കോവിഡ് കാലം കലാകാരനാക്കിയ മുണ്ടറക്കോട് ചന്ദ്രൻ ഓട്ടൻതുള്ളലിൽ അരങ്ങേറ്റം നടത്തി. കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അരങ്ങേറ്റം. ബാല്യകാലത്ത് തുടക്കമിട്ട കലകൾ കോവിഡ് കാലത്ത് പൊടിതട്ടിയെടുത്ത ശ്രദ്ധേയനാണ് ഗുരുവായൂർ സ്വദേശി മുണ്ടറക്കോട് ചന്ദ്രൻ. അസുരവാദ്യമായ ചെണ്ടയിലൂടെ അരങ്ങേറ്റം കുറിച്ച് മൃദംഗം, ഉടുക്ക്, മുഖർശംഖ്, ഓടക്കുഴൽ എന്നീ വാദ്യോപകരണങ്ങളിൽ വൈദഗ്ധ്യം തെളിയിച്ചു. സാഹിത്യരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ ബഹുമുഖ പ്രതിഭയുടെ തൂലികയിൽ 2 നോവലുകളും, ഒരു കവിതയും, ഒരു നാടകവും പിറവിയെടുത്തു. കോവിഡിലെ അടച്ചുപൂട്ടലിൽ മിക്കവരും വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ ചന്ദ്രൻ ആ സമയം എഴുത്തിനും കലയ്ക്കുമായി നീക്കിവെക്കുകയായിരുന്നു. പ്രായം തളർത്താത്ത മനസ്സുമായി 65ന്റെ നിറവിലാണ് ഓട്ടൻതുള്ളൽ പഠിക്കാൻ മോഹം തോന്നിയത്. 2.5 വർഷത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് കണ്ണനു മുന്നിൽ അരങ്ങേറ്റം കുറിച്ചത്. ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് ചെറുപ്പം മുതൽക്കേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. കലയോട് വളരെ താല്പര്യമാണ്. ചെറുപ്പം മുതൽക്കേ നല്ല താല്പര്യമാണ് കലയോട്. എല്ലാം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒന്നിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു 5 എണ്ണം കഴിഞ്ഞു. ചെണ്ടയിൽ നിന്നാണ് തുടങ്ങിയത് ആദ്യം. ചെണ്ട, ഉടുക്ക്, മൃദംഗം, ഫ്ലൂട്ട്, മുഖർശംഖ്, ഈ 5 എണ്ണം ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഓട്ടംതുള്ളൽ പഠിക്കാനത് ആഗ്രഹം പഠിച്ചപ്പോൾ ഓട്ടംതുള്ളലും പഠിച്ചു. ഓട്ടംതുള്ളൽ പഠിച്ചതിൻ്റെ അരങ്ങേറ്റാണ് ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്നത്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച മാതിരിയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. മെയ്വഴക്കത്തിൽ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും പാഠഭാഗങ്ങൾ കൃത്യതയോടെ എഴുതിയെടുത്ത് മികച്ച പഠിതാവാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് പരിശീലക കലാമണ്ഡലം ശരണ്യ സുബ്രഹ്മണ്യൻ പറഞ്ഞു. ചന്ദ്രേട്ടൻ എല്ലാ ടീച്ചേഴ്സിന്റെയും ഡ്രീം സ്റ്റുഡന്റ് ആണ്. നമ്മള് ഒരു കാര്യം പഠിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ പഠിച്ചു വന്ന് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചില മെയ് വഴക്കങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളായിട്ട് വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെച്ച് പിറ്റത്തെ ക്ലാസ്സിൽ വരുമ്പോൾ അത് വളരെ വൃത്തിക്ക് കൃത്യമായിട്ട് ചെയ്തു വരാൻ എഫേർട്ട് ഇടുന്നവരാണ്. കല്യാണ സൗഗന്ധികം കഥയാണ് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ചത്. ആസ്വാദകരെ കൊണ്ട് ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞിരുന്നു. കലാമണ്ഡലം ശരണ്യ സുബ്രഹ്മണ്യൻ, കലാമണ്ഡലം ശരത്ലാൽ, കലാമണ്ഡലം അനിരുദ്ധ് എന്നിവർ പക്കമേളമൊരുക്കി.